ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അങ്ങനെ എല്ലാവരും ശ്യാമയുടെ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നുള്ള ആകാംക്ഷയിൽ നിൽക്കുകയാണ്. അപ്പോൾ അവതാരിക ചോദിക്കുന്നുണ്ട്, മാഡം ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത് ആ കുഞ്ഞിന് എന്താ സംഭവിച്ചതെന്നാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, അതൊരു വലിയ കഥയാണ്. അവരെൻ്റെ ഭർത്താവിനെ, എൻ്റെ അഖിൽ സാറിനെ, എൻ്റെ ദൈവത്തിനെ, എൻ്റെ രക്ഷകനെ അവരവിടെ വീട്ടിൽ നുറുക്കിയത്. അവരാ വീട്ടിൽ നുറുക്കിയപ്പോൾ അവരുടെ ആ ഞരമ്പുകളിൽ നിന്ന് ആ ബ്ലഡ് ഒഴുകുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ആ കണ്ട കാഴ്ചയിൽ ഞാൻ ആ ചോരക്കുഞ്ഞിനെ എടുത്ത് അങ്ങ് ഓടുകയാണ്, എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ശത്രുക്കൾ പിന്നാലെ തന്നെ വരികയാണ്. അവർ പിന്നാലെ വന്ന് എന്നെയും ആക്രമിക്കുകയാണ്. എന്നെ തല്ലി അങ്ങ് താഴെ ഇടുകയാണ്. ആ സമയത്ത് എൻ്റെ ബോധം പോയി ഞാനങ്ങ് താഴെ വീഴുന്ന സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ചോരക്കുഞ്ഞിനെ അവർ തട്ടിപ്പറിച്ച് അവരവിടെ നിന്ന് അകന്ന് പോവുകയാണ്. പക്ഷെ ആ കുഞ്ഞിന് പിന്നീട് എന്താ സംഭവിച്ചത് എന്നൊന്നും അപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ സംഭവങ്ങൾ അവിടെ വിവരിക്കുന്ന സമയത്ത് എന്തായാലും പ്രോഗ്രാം അങ്ങ് കഴിയാൻ തുടങ്ങാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് രാധികക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ്. ആ കുഞ്ഞിനെ അവർ തട്ടിയെടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ടെങ്കിലും രാധിക അങ്ങ് കരയാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവതാരിക പറയുന്നുണ്ട്, പിന്നെ ആ കുഞ്ഞിന് എന്താ സംഭവിച്ചത് എന്നുള്ളതൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ടെൻഷൻ വരികയാണ്. ഇത്രയും ഒരു പീക്ക് പോയിന്റിൽ അങ്ങ് നിർത്തി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കരമായിട്ട് ആകാംക്ഷയിൽ നിൽക്കുകയാണ്. ആ കുഞ്ഞിന് എന്താ സംഭവിച്ചത്, ആ കുഞ്ഞിനെ വീണ്ടും പിന്നെ ശ്യാമക്ക് കിട്ടിയോ, ഇനി ആ ശ്യാമയുടെ കൂടെ തന്നെ ആ കുഞ്ഞുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഡൗട്ടായി അങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഈ അവതാരിക പറയുന്നത്, ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ട്, ഇനി നാളെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രോഗ്രാം അവിടെ നിർത്തി വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം രാധിക ഭയങ്കരമായിട്ട് ഇമോഷണലാവാണ്. അവൾ പറയുന്നുണ്ട്, രാധികയുടെ കുഞ്ഞിന് എന്താ സംഭവിച്ചത് വരണേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട്, നീ എന്നോട് ചോദിക്ക്, ഞാൻ അങ്ങനെ ഇതൊക്കെ പറയുന്നത്, അത് ശ്യാമല്ലേ പറയേണ്ടത്, എനിക്കെങ്ങനെ ഇതൊക്കെ അറിയാം. പിന്നെ വലിയ സെലിബ്രിറ്റീസിൻ്റെ സ്റ്റോറികൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിൻ്റെ പിന്നാലൊക്കെ പോയാലേ എനിക്ക് വയ്യ തലക്ക് വട്ട് പിടിക്കാൻ എന്നൊക്കെ ഇങ്ങനെ ഇവളോട് ഇങ്ങനെ പറയുമ്പോൾ ഇവൾക്ക് അതൊന്നും മൈൻഡ് ചെയ്യാനുള്ളൊരു ടൈമല്ല. അവളുടെ മൈൻഡിൽ ഫുള്ള് ആ ശ്യാമയുടെ കുഞ്ഞിന് എന്താ സംഭവിച്ചത്, ആ കുഞ്ഞ് താനാണോ എന്നുള്ള നല്ല ഡൗട്ട് കയറിയിരിക്കുകയാണ്. അപ്പം ഇവളുടെ ഈ അവസ്ഥയിൽ ഇവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പത്മിനി പറയുന്നുണ്ട്, മോനെ നീ ഇവളെ കൊണ്ട് റൂമിലേക്ക് പോകും, അവൾ ഇമോഷണലി ഭയങ്കര വീക്കാണെന്നാണ് തോന്നുന്നത്, അവൾക്ക് ശ്യാമയുടെ സ്റ്റോറി കേട്ടിട്ട് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ട്, അവൾ അത്രയും ആരാധിക്കുന്ന ഒരാളുടെ മകളെക്കുറിച്ചല്ല സംസാരിച്ചത്, അതുകൊണ്ടായിരിക്കും നീ അവളെ കൊണ്ട് റൂമിലേക്ക് പോയെന്നൊക്കെ പറഞ്ഞിട്ട് വരുണിനോട് അങ്ങ് പറയുകയാണ് പത്മിനി. ആ സമയത്ത് വരുൺ അവളെയും കൊണ്ട് പോകുന്നു. പത്മിനിക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ പത്മിനി ഇതൊക്കെ അവളുടെ ആരാധികയുടെ കുഞ്ഞിന് സംഭവിച്ചത് ആലോചിച്ചിട്ടാണ് കരയുന്നതെന്ന് വിചാരിച്ചിട്ടാണ് പത്മിനി ചിന്തിക്കുന്നത്. പത്മിനി അമ്മയും അവിടെ അങ്ങനെ നിൽക്കണം. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എടി ഇനി കാര്യങ്ങളൊക്കെ എളുപ്പമാവുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇവർ ചോദിക്കുന്നത് എന്ത് കാര്യം എളുപ്പം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അല്ല ഇനി ആ കുഞ്ഞിനെ പെട്ടെന്ന് കിട്ടുമായിരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജയഭാരതി മുത്തശ്ശി അങ്ങ് വിഷയം മാറ്റുകയാണ് പത്മിനിയുടെ മുന്നിൽ. കാരണം പത്മിനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല, ഇവരുടെ പ്ലാനിങ്ങും ഒന്നും അറിയാത്തതില്ലാത്തതുകൊണ്ട് തന്നെ പത്മിനി എന്നൊക്കെ പറഞ്ഞിട്ട് പത്മിനി അങ്ങ് മൂളുകയാണ്. കാരണം പത്മിനിക്ക് പിറകിലുള്ള കാര്യങ്ങൾ സ്റ്റോറികളൊന്നും അറിയത്തില്ലല്ലോ. ജയഭാരതി മുത്തശ്ശിയാണെങ്കിൽ അതൊന്നും പറഞ്ഞിട്ടുമില്ല. ശ്യാമാണെങ്കിൽ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് ഈ അവതാരികയൊക്കെ ഒരുപാട് ആളുകൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ശ്യാമയുടെ കുഞ്ഞിന് സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് വിളിയോട് വിളി. അപ്പോൾ ഇതൊക്കെ ശ്യാമ കാണുന്നുണ്ട്. ശ്യാമയുടെ കൂടെ തന്നെ അമൃതേടത്തിയുണ്ട്. അവരൊക്കെ ഇതിങ്ങനെ നോക്കി കാണുകയാണ്. ഈ അവതാരികൾക്ക് ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അത് നാളത്തെ എപ്പിസോഡിൽ പറയാം, കാണും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും വെയിറ്റ് ചെയ്യാൻ പറയണം. ആർക്കും വെയിറ്റ് ചെയ്യാനുള്ളൊരു ടൈമില്ല, ഒരു ദിവസം പോലും കാത്തിരിക്കാൻ വയ്യ. എല്ലാവർക്കും ശ്യാമയുടെ കുഞ്ഞിന് എന്താ സംഭവിച്ചതെന്ന് അറിയാനുള്ള ഭയങ്കരമായിട്ടുള്ള ആകാംക്ഷയിലാണ്. അപ്പോൾ ഈ അവതാരിക വന്നിട്ട് ശ്യാമനോട് പറയുന്നുണ്ട്, എൻ്റെ ശ്യാമ മേഡം എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയാണ്, എത്ര കോളുകളാണ് എൻ്റെ ഫോണിലേക്ക് വരുന്നത്, എന്തായി ആ കുഞ്ഞിനെ എന്താ സംഭവിച്ചതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവ കോള് നിൽക്കാതെ വന്നുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഫോണിനൊരു റെസ്റ്റും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ഇവർ പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ പറയുന്നുണ്ട്, അപ്പോൾ ഇവരുടെ ഈ കോളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അതൊക്കെ അവർക്ക് നിങ്ങളോടുള്ളൊരു ആരാധന കൊണ്ടാണ്, അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടാണ്, ഇത്ര ആരാധകർ നിങ്ങൾക്ക് ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്യാമ അങ്ങനെ പുഞ്ചിരിക്കുകയാണ്. പക്ഷേ ശ്യാമയുടെ ഉള്ളിൽ വേദനയാണെങ്കിലും അവരെ ഒന്ന് പുറത്ത് മാത്രം ഒന്ന് പുഞ്ചിരിക്കണം. അപ്പോൾ ശ്യാം പറയേണ്ടത് എന്നാൽ ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ, പോകാനുള്ള ടൈമായിട്ടുണ്ട്, അപ്പോൾ നാളത്തെ ടെലികാസ്റ്റിന് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ്.
അപ്പോൾ വീണ്ടും ഈ അവതാരികയുടെ ഫോണിലേക്ക് അവരുടെ റിലേറ്റീവ്സും ഓരോരുത്തരങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതവിടെ കഴിയാണ്. അപ്പം രാധികയുടെ അവസ്ഥയാണെങ്കിൽ അതിലും വലിയ കഷ്ടമാണ്. രാധിക അങ്ങനെ ഭയങ്കരമായിട്ട് ദൈവത്തിൻ്റെ അടുത്തൊക്കെ ഓടിപ്പോയി പ്രാർത്ഥിക്കുകയാണ്. അവൻ ദൈവത്തിൻ്റെ മുന്നിൽ ഇരുന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ എനിക്ക് ശ്യാമ മേഡം എന്ന് പറഞ്ഞത് ഒരു സാധാരണ ഒരു ഗായിക മാത്രമായിരുന്നു, എനിക്കൊരു ആരാധന മാത്രമായിരുന്നു. പക്ഷെ ഇവരുടെ സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇമോഷണലായിട്ട് എനിക്ക് എന്നെക്കൊണ്ട് പിടിച്ചിരിക്കാൻ വയ്യ. എൻ്റെ തൊണ്ടയിലൊക്കെ എന്താ വെള്ളം ഇറങ്ങാത്ത പോലെയൊക്കെ തോന്നുക, എൻ്റെ തൊണ്ടൊക്കെ വരണ്ട് പോകുന്ന പോലെയൊക്കെ തോന്നുക. എനിക്ക് തോന്നുന്നത് ആ കുഞ്ഞിന് ഞാനായിരിക്കുമോ, ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് ഞാനായിരിക്കും. എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഈ ശ്യാമ മേഡത്തിൻ്റെ പോലെ തന്നെയാണ്, ഞാൻ അവരുടെ മകളായിരിക്കും. വേണമെങ്കിൽ എല്ലാവരും എന്നോട് ചോദിക്കും മകളാണോ മകളാണോ എന്നൊക്കെ. ഇപ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ദൈവത്തിൻ്റെ മുന്നിൽ അങ്ങ് മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് കരയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾക്ക് ഇങ്ങനെ തോന്നുകയാണ് എന്തായാലും നേരിട്ട് തന്നെ ഫിദ മേഡത്തിനെ ഒന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. കാരണം ഫിദ മേഡം എന്ന് പറയുന്നത് ശ്യാമയുടെ അത്രയും അടുത്തുള്ള ഒരാളാണല്ലോ. അപ്പോൾ അവരുടെ ആ ഒരു സ്റ്റോറി മൊത്തം ഈ ഫിദ മേഡത്തിന് അറിയാമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ഓടിപ്പോയിട്ട് ഫോൺ എടുത്ത് ഫിദ മേഡത്തിന് അങ്ങ് ഡയൽ ചെയ്യാണ്. ഫിദ മേഡത്തിന് ഡയൽ ചെയ്യുന്ന സമയത്ത് ശ്യാമയും നമ്മുടെ അമൃതേടത്തെയും കാറിൽ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. ആ സമയത്താണ് ഇവൾ കോൾ ചെയ്യുന്നത്. അപ്പം അമൃതേടത്ത് പറഞ്ഞത് ഏതാ ഒരു മോള് വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർ സ്പീക്കറിലിടാൻ പറയാണ്. അങ്ങനെ സ്പീക്കറിലിടുമ്പോൾ ഇവൾ സംസാരിക്കുന്നത് ഫിദ മേഡത്തിന് ശ്യാമിനെ നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ ശ്യാമ മേഡത്തിൻ്റെ സ്റ്റോറി മൊത്തം ഫിദ മേഡത്തിന് പറഞ്ഞു തന്നിട്ടുണ്ടാകും. അതുകൊണ്ട് ആ ശ്യാമ മേഡത്തിൻ്റെ കുഞ്ഞിന് എന്താ സംഭവിച്ചു എന്നൊന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ അങ്ങനെ രാധിക ചോദിക്കുകയാണ്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട് അതിന് നാളത്തെ പ്രോഗ്രാമിൻ്റെ ടെലികാസ്റ്റിൽ അതൊക്കെ കാണിക്കുമല്ലോ, അതുവരെ കാത്തിരുന്ന് കാണാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവൾ പറഞ്ഞിട്ട് എനിക്ക് അത്രയും കാത്തിരിക്കാൻ വയ്യ, എൻ്റെ തൊണ്ടയൊക്കെ ഇടറാണ്, എൻ്റെ ശബ്ദം പോലും പുറത്ത് വരുന്നില്ല, എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്, എനിക്ക് കരച്ചിൽ വരികയാണ് എന്താ സംഭവിച്ചതെന്ന് അറിയാത്തതുകൊണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഫിദ മേഡം ഒന്ന് പറഞ്ഞതാ എന്നൊക്കെ പറയുമ്പോൾ ഫിദ മേഡം പറയുന്നുണ്ട് ഞങ്ങൾ അത്രയും നല്ല സുഹൃത്തുക്കളാണെങ്കിലും ഞങ്ങൾ ഈ ഫാമിലി കാര്യങ്ങളൊന്നും അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ആ സ്റ്റോറി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ ഫിദ മേഡം അങ്ങനെ പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇവൾക്ക് ഭയങ്കര സങ്കടം വരികയാണ്. ഇവൾ പറയുന്നുണ്ട് ഫിദ മേഡത്തിന് എങ്ങനെയെങ്കിലും അത് അറിയാൻ കഴിയുമല്ലോ, അപ്പോൾ അവിടെയുള്ള ആരോടെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചിട്ട് എന്നോടൊന്ന് പറഞ്ഞു തരണേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഫിദ മേഡത്തിന് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് ഇവളുടെ ആ ഒരു ഫീലിങ്സൊക്കെ കാണുമ്പോൾ. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് പ്രോഗ്രാം ഉണ്ട്, ഞാൻ പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് അങ്ങ് ഒഴിഞ്ഞു മാറാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ശരി, പക്ഷെ അവിടെ നിന്ന് ആരോടെങ്കിലുമൊക്കെ ഒന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കണം ശ്യാമ മേഡത്തിന് എന്താ സംഭവിച്ചത്, ആ കുഞ്ഞിന് എന്താ സംഭവിച്ചതെന്ന്, എനിക്ക് നാളെ വരെ കാത്തിരിക്കാൻ വയ്യ, എന്നെക്കൊണ്ട് കഴിയുന്നില്ല ഇത്രയും ഒരു സങ്കടം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഫിദ മേഡം ഓക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫോൺ വെക്കാണ്. അപ്പോൾ അമൃതേടത്തി പറയുന്നുണ്ട് മോളുടെ സങ്കടം കണ്ടിട്ട് എനിക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ അവൾക്ക് അമ്മനോടുള്ള ഒരു സ്നേഹം അവൾ തിരിച്ചറിഞ്ഞ് അവൾ അമ്മയുടെ അടുത്ത് തന്നെ ഓടി വരും എന്നുള്ളൊരു ചെറിയ പ്രതീക്ഷ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ശ്യാമിനോട് പറയാണ്. അപ്പോൾ ശ്യാമയ്ക്കും ചെറിയൊരു പ്രതീക്ഷ വരികയാണ് ഇവളുടെ ഈ സങ്കടവും എല്ലാം കാണുന്ന സമയത്ത് തന്നെ. പിന്നെ കണിമംഗലത്താണെങ്കിൽ ജയഭാരതി മുത്തശ്ശി വരുണിനോട് പറയുന്നുണ്ട് എടാ ഇവളുടെ ഈ സങ്കടം ഈ ടെൻഷനൊക്കെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ അവളോട് തുറന്ന് പറഞ്ഞാലോ എന്ന് തോന്നുന്നു, പിന്നെ വേണ്ടാന്ന് വെച്ചത് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് വന്നാലോ എന്ന് പേടിച്ചിട്ടാണ്, പക്ഷെ എനിക്ക് ഇവളുടെ ഈ ഒരു മാനസികാവസ്ഥ കണ്ടിട്ട് പാവം തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വരുണ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊക്കെ നല്ലതിനല്ല മുത്തശ്ശി, അവസാനം എല്ലാം നല്ലതിൽ അവസാനിക്കാൻ വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് കുറച്ചൊന്ന് സങ്കടപ്പെട്ടോട്ടെ സാരമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവളിങ്ങനെ നമ്മുടെ ജയഭാരതി മുത്തശ്ശിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാധികക്കാണെങ്കിൽ ഈ അവസ്ഥയിൽ അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം അവൾക്ക് നല്ല സംശയം വന്നിരിക്കുകയാണ് ആ മകൾ ഞാനായിരിക്കുന്നത്. അതുകൊണ്ട് അവളങ്ങനെ റൂമിലിരുന്ന് പൊട്ടി കരയാണ്, അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നേരെ അവൾ അച്ഛനൊന്ന് വിളിച്ച് നോക്കുകയാണ്, നേരെ ഫോൺ എടുത്ത് ദേവൻ അങ്ങ് ഡയൽ ചെയ്യാണ്. അവൻ ഫോൺ എടുക്കുന്നത് കണ്ടിട്ട് ദേവൻ വന്നിട്ട് ദേവനാണെങ്കിൽ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, TV പ്രോഗ്രാമുള്ള കാര്യങ്ങളും ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ദേവന് ഫോൺ എടുക്കുന്നതാണ്. അപ്പം എന്താ മോളെ വിശേഷം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവൾ പറയുന്നുണ്ട് അച്ഛാ എനിക്കൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താണ് കാര്യം എന്നൊക്കെ ഇങ്ങനെ ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട് അച്ഛാ ഞാൻ എന്നെ എവിടെ നിന്നാണ് കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ദേവന് പറയുന്നുണ്ട് എന്താ മോളെ ഇപ്പം അങ്ങനെയൊക്കെ ചോദിക്കാൻ, ആ കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, പിന്നെന്താ നീ വീണ്ടും ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് അച്ഛൻ ഒന്നുകൂടെ ഒന്ന് പറ എന്നെ എവിടെ നിന്നാണ് കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഞാനതിന് വേണ്ടി പൂജക്കൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ട് ശുദ്ധിയായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത്
പുഴവക്കത്ത് നിന്ന് കിട്ടിയതാണ് നിന്നെ, അതും ഒരു കൊട്ടയിലാക്കിയിട്ട് ഒരു ജീവനുള്ളൊരു കുഞ്ഞിനെ ഒഴുക്കിൽ വിട്ട് ഇങ്ങനെ വന്ന് അടിഞ്ഞപ്പോൾ ഞാൻ എടുത്തതാണ് എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയാണ്. അപ്പോൾ ഇവരങ്ങ് പൊട്ടി കരയാണ്. രാധികക്ക് നല്ല സംശയം വരികയാണ്. അപ്പോൾ എന്നെ എടുക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ കണ്ടായിരുന്നോ, ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ അവിടെ എന്നൊക്കെ ഇങ്ങനെ ഇവളിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, ഇല്ലല്ലോ, ഇല്ല, നല്ല ജീവനുള്ളൊരു കുഞ്ഞായിരുന്നു ആ കൊട്ടയിലുണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ അതിനെ വേഗം എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നതാണ് എന്നൊക്കെ ഇങ്ങനെ ഇവരോട് ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ നിന്നോട് ഒരു വട്ടം പറഞ്ഞതല്ലേ മോളെ, വീണ്ടും നീ എന്താ ഇതൊക്കെ ചോദിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, അച്ഛന് ഇന്നത്തെ ശ്യാമയുടെ പ്രോഗ്രാം കണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ലല്ലോ മോളെ എന്തേ എന്നൊക്കെ പറയുമ്പോൾ ഇവൾ പറയുന്നുണ്ട്, ഒന്നുമില്ല അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവളങ്ങ് പൊട്ടി കരയാണ് ആ ഫോണിലൂടെ. അവളങ്ങ് കരയുന്നത് കണ്ടപ്പോൾ പിന്നെ അച്ഛന് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്. അപ്പോൾ എന്താ മോളെ സംഭവം, എന്തിനാണ് നീ കരയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ തേങ്ങി തേങ്ങി കരയാണ്. അങ്ങ് അവളുടെ മനസ്സിലുണ്ടായിരുന്ന വേദന മൊത്തം അങ്ങ് പൊട്ടി പുറപ്പെട്ട പോലെ അങ്ങ് കരയാണ് അച്ഛൻ്റെ മുന്നിൽ നിന്ന്. അപ്പോൾ അച്ഛനാണെങ്കിൽ ഇവൾ കരയുന്ന കണ്ടിട്ട് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്. അപ്പോൾ എന്താ മോളെ എന്നൊക്കെ പറയുമ്പോൾ ഒന്നുമില്ല അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഫോൺ അങ്ങ് കട്ട് ചെയ്ത് പോവാണ്. പക്ഷേ ഈ കരച്ചിലൊക്കെ കേട്ടിട്ട് പിന്നെ അച്ഛനും ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ്. അപ്പോൾ യശോദി അങ്ങോട്ട് അടുത്ത് വരുന്നുണ്ട്. എന്താ ദേവേട്ട കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അത് പിന്നെ മോളെ കിട്ടിയ കാര്യങ്ങളൊക്കെ എങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട് ഫോൺ വിളിച്ചിരുന്നു. എന്നിട്ട് അവളങ്ങനെ പൊട്ടി കരയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തോ പ്രശ്നമുള്ള പോലെയൊക്കെ എനിക്കിങ്ങനെ തോന്നുക. അവൾ എന്തിനാവണാവോ ഇപ്പോൾ അതൊക്കെ ചോദിച്ച് അന്വേഷിച്ചതാവോ. എന്നിട്ട് ഇവൾ ഭയങ്കര കരച്ചിലാണ് ഫോണിലൂടെ, അവളുടെ സൗണ്ടൊക്കെ ഇടറുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന പോലെ എനിക്കെന്തോ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നു അവൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ യശോദ പറയുന്നുണ്ട്, അത് പിന്നെ മോൾക്ക് എന്തെങ്കിലും സങ്കടം വന്നിട്ടുണ്ടാവും, മോളോട്ട് ആരെങ്കിലും അനാഥക്കുട്ടി എന്നൊക്കെ പറഞ്ഞോ, അതുകൊണ്ടുള്ള ഒരു സങ്കടം ആയിരിക്കും അവൾക്ക്. പോരാത്തതിനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആളുകളൊക്കെ പരിഹാസമൊക്കെ കേൾക്കുന്നതല്ലേ, അതിൽ മനം നൊന്നിട്ടായിരിക്കും അവളിങ്ങനെ വിളിച്ച് ചോദിച്ചത്. അത് സാരമില്ല ദേവേട്ട, അതൊക്കെ മാറിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേവനിങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. ഇവർക്ക് സംഭവം എന്താണെന്നൊന്നും പിടി കിട്ടിയിട്ടില്ല. അവരാണെങ്കിൽ ആ പ്രോഗ്രാം കാണാത്തതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോറി ഇവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ രാധികക്കാണെങ്കിൽ വീണ്ടും കരച്ചിലാണ്, കരച്ചിലോട് കരച്ചിൽ. അവൾ ഭയങ്കരമായിട്ട് ഇമോഷണലായി അവിടെ അങ്ങനെ നിൽക്കണ്. പിന്നെ നമ്മുടെ ജയിലിലെ അവസ്ഥ അത് ഭയങ്കര കോമഡിയാണ്. കാരണം നമ്മുടെ സുകുമാര മുത്തശ്ശിയും പ്രിയങ്കി അവിടെ ജയിലിൽ കിടക്കുകയാണ്. അപ്പം ജയിലിൻ്റെ ഇടയിൽ അവരവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സുകുമാര മുത്തശ്ശി ആദ്യമായിട്ട് ജയിലിൽ കിടക്കല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു സൗകര്യക്കുറവൊന്നും ഇവർക്ക് അറിയില്ല. അവർ പറയുന്നുണ്ട്, ഇടീ പ്രിയങ്ക മോളെ ഒരു സോഫയല്ല ഒരു ബെഡും ഒരു തലയണൊക്കെ കിട്ടിയിരുന്നെങ്കിൽ സുഖമായിട്ടൊന്ന് ഉറങ്ങായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി ഇത് വീടല്ല, അത് ജയിലാണ്, ഇവിടെ ഇത്രയും ഒരു സൗകര്യമൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരവിടെ ഇങ്ങനെ ഇരുന്ന് ബോറടിച്ചിരിക്കുന്ന സമയത്ത് ആ പോലീസുകാരൻ ഇങ്ങനെ അവിടെ ആ ടേബിളിലിരുന്നിട്ട് അയാളുടെ ആ ക്യാബിനിലിരുന്നിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് വേറൊരു പോലീസുകാരനോട്. ഇവരോട് ആ വനിതാ പോലീസിനെ ഏൽപ്പിച്ച് ആ രണ്ടാമന്മാരെ ആ മുത്തശ്ശിനെയും മകളെ ഒരുപാട് ചോദ്യം ചെയ്തിട്ടും അവർ സത്യം പറയുന്നില്ല. അവരുടെ കയ്യിൽ എങ്ങനെ ഡ്രഗ്സ് വന്നതെന്നും ഒരു കാര്യങ്ങളും അവർ പറയുന്നില്ല. അവർ പിന്നിൽ ആരുണ്ട് എന്നൊക്കെ ഇനി എന്തായാലും കൈകൊണ്ട് പ്രയോഗം നടത്തേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയണം. ഇവരുടെ വിചാരം ഇവർ ശരിക്ക് ഡ്രഗ് ഡീലേഴ്സാണ്, ഇവർ സത്യം പറയാതിരിക്കുകയാണ് എന്നൊക്കെയാണ് വിചാരം. അപ്പോൾ ഈ പോലീസുകാരനാണെങ്കിൽ എങ്ങനെയെങ്കിലും അവരെ സത്യം പറയിപ്പിക്കാതെ ഇവിടുന്ന് വിടത്തില്ല എന്നുള്ള ഒരു കർശനമായിട്ടുള്ള തീരുമാനം എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ആ രണ്ട് വനിതാ പോലീസുകാരെ വിളിച്ചിട്ട് അവരോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറയാമെന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ നേരെ ഈ വനിതാ പോലീസുകാർ നേരെ ആ സെല്ലിലേക്ക് വന്നിട്ട് അവരോട് നമ്മുടെ സുകുമാരി മുത്തശ്ശിനോടും പ്രിയങ്കനോടും നിങ്ങളോട് സാറ് വിളിപ്പിക്കുന്നുണ്ട് ഒന്ന് വന്നേ എന്നൊക്കെ പറയുന്നത് ആ സെല്ല് അങ്ങ് തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ ഇവർ ഓക്കെ എന്തിനാണാവോ ഇനി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഒന്നും അറിയാത്ത പോലെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ സാറ് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഡ്രഗ്സ് കിട്ടിയത്, നിങ്ങൾ എന്തായാലും ഡ്രഗ് ഡീലേഴ്സാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം, പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി, ഇതാരൊക്കെ തന്നു, നിങ്ങളുടെ പിന്നിൽ ആരൊക്കെ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ എന്താ നിങ്ങൾക്ക് ഇത്ര മടി, അത് പറയാതെ എന്തായാലും നിങ്ങളെ ഇവിടെ നിന്ന് വെറുതെ വിടത്തില്ല. കാരണം നിങ്ങൾ രണ്ടുപേരുടെയും ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് വളരെ മോശമാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളെ വിടത്തില്ല, നിങ്ങളുടെ അടുത്ത ആളുകളൊക്കെ ഈ ഡ്രഗ് ഡീലേഴ്സുമാണ്, അതുകൊണ്ട് സത്യം പറയാതെ നിങ്ങൾക്ക് ഈ സ്റ്റേഷനിൽ പോകാമെന്ന് വിചാരിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി പറഞ്ഞിട്ട്, എൻ്റെ പൊന്നു സാറേ ഞങ്ങൾ നിങ്ങളോട് സത്യങ്ങളൊക്കെ പറഞ്ഞല്ലേ, ഞങ്ങൾ ഡ്രഗ് ഡീലേഴ്സൊന്നും അല്ല, ഞങ്ങളാണ് അവിടെ ഡീല് നടക്കുന്നത് കണ്ടിട്ട് വിളിച്ചത്, ആ സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞാൽ ഞങ്ങളാണ്, എന്നിട്ടിപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറ്റക്കാരായി, എന്തൊരു കഷ്ടമാണിത്, ഞങ്ങളാണ് എല്ലാ കാര്യങ്ങളും പോലീസിനെ അറിയിച്ചത്, ഇപ്പം ഞങ്ങൾ എവിടെ നിന്ന് അങ്ങ് വിടുന്നുമില്ല, ഞങ്ങൾ ഡ്രഗ് ഡീലേഴ്സും ഒരു യാതൊരു കോൺടാക്റ്റും ഇല്ല എന്നൊക്കെ ഇവർ കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാരൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. അവർ പറയുന്നുണ്ട്, നിങ്ങൾ വാ തുറന്ന കള്ളാണ് പറയുന്നത്, എനിക്ക് നന്നായിട്ടറിയാം.
അതുകൊണ്ട് കള്ളം പറയാൻ നിൽക്കണ്ട, സത്യമായിട്ട് തന്നെ പറയുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ പോലീസുകാരനിങ്ങനെ ഇവരോട് വീണ്ടും ചോദ്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് സാറേ, എൻ്റെ മോള് എന്ന് പറയുന്നത് വലിയൊരു നായികയാണ്, അവൾക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, അതെ സാറേ എനിക്ക് ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ളതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ പോലീസുകാരൻ അങ്ങ് പറയാണ്, ആഹാ മോള് വലിയ ഫേമസ് ആണ്, കുറേ ഫോളോവേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാണം കെടുത്താന്നൊക്കെ വിചാരിക്കാനായിരിക്കും. ഇതുപോലെയുള്ള ആളുകൾക്ക് ഞാനും കുറേ കണ്ടെത്താം, അതിലൊന്നും ഞാൻ പേടിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് സാറിനറിയോ എനിക്ക് ഒരുപാട് പോലീസുകാരായിട്ടൊക്കെ നല്ല കണക്ഷൻ ഉണ്ട്. നിങ്ങൾക്കറിയാം ആ ചന്ദ്രമോഹൻ സാറ് ഞങ്ങൾ നല്ല അടുപ്പത്തിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇയാൾ ചന്ദ്രമോഹൻ സാറ് എന്ന് പറയുമ്പോൾ ആദ്യമൊന്നും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ആ വനിതാ പോലീസുകാരന് ഈ സാറിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എൻ്റെ പൊന്ന് സാറേ കുറച്ച് മുന്നേ കൈക്കൂലി കേസിൽ പിടിച്ചില്ലേ, അയാളെ പറ്റിയാണ് ഈ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ആഹാ അതുപോലെയുള്ളവന്മാരൊക്കെ ആയിട്ട് നല്ല കൂട്ടാണല്ലോ, അവൻ കയ്യിലിരിപ്പുള്ളവരൊക്കെ അത്യാവശ്യം മോശം ആളുകളാണല്ലോ, അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഡ്രഗ് ഡീലേഴ്സിൻ്റെ പിന്നിൽ ഉറപ്പായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് സത്യം പറയാതെ ഇവിടെ നിന്ന് പോകത്തില്ല. ഒരാളെങ്കിൽ സെലിബ്രിറ്റി ആണെന്ന് പറയുന്നു, മറ്റൊരാൾ ഒരുപാട് ആളുകളൊക്കെ പിൻബലം ഉണ്ടെന്നും പറയുന്നു. അപ്പോൾ രണ്ടുപേരും വലിയ ആളുകളാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ സത്യം പറയാതെ നിങ്ങളെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പോലീസുകാരൻ ഇവരോട് അങ്ങ് കർക്കശമായിട്ട് ഇങ്ങനെ സംസാരിക്കണം. സുകുമാരി മുത്തശ്ശിയാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിലാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി അറിയണ്ടേ, എൻ്റെ ദൈവമേ സത്യം പറയാൻ വന്ന ഞാനിപ്പോൾ എന്തായി, ഒന്നും പറയാതെ അവിടെ മിണ്ടാതെ ഇരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെറുക്കുന്നുണ്ട്. എന്നിട്ട് അവർ സെല്ലിലേക്ക് തന്നെ അയക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഇടി നമ്മൾ ആകെ പെട്ടുപോയിരിക്കുകയാണ്, ഈ ജയിലിൽ എന്ന് പറയുന്നത് സത്യം പറയാതെ ഇവരൊന്നും വിടത്തില്ല, നമ്മളാണെങ്കിൽ തെറ്റ് ചെയ്യാതെ അവിടെ വന്നവരുമാണ്. ഈ ജയിലിൽ വന്നാൽ തെറ്റ് ചെയ്യാതെ വന്നാൽ ആകെ നല്ല പ്രശ്നമായിരിക്കും. കാരണം എന്തെടുത്തിട്ടാണ് പറയുക, എന്ത് സത്യം നമ്മൾ പറയാനുള്ളൂ, ഒരു സത്യം നമുക്ക് പറയാനല്ല, നമ്മൾ ഇവരുമായിട്ട് യാതൊരു ബന്ധമില്ല, പിന്നെ എന്ത് വെച്ചിട്ട് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർക്ക് സത്യം പറയാൻ പറഞ്ഞാൽ പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറയേണ്ടത്, ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് തന്നെ ഇവരാകെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇവരിങ്ങനെ പറയുന്നുണ്ട്, ഇനി എന്താണിപ്പോൾ ചെയ്യുന്നത്, വേറൊരു വഴിയില്ല, കാരണം ഇവിടുന്ന് പോകണമെങ്കിൽ സത്യം പറയണം, അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ തന്നെ കിടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ ജയിലിൽ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ സ്റ്റോറി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നാളത്തെ സ്റ്റോറിയിൽ എന്തൊക്കെ സംഭവിക്കാമെന്ന് അറിയില്ല. മിക്കവാറും നമ്മുടെ ശ്യാമയുടെ ബാക്കി കഥ പറഞ്ഞ് രാധിക അവരുടെ മകളാണെന്ന് അവൾ ഉറപ്പിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പം അവരെന്തായാലും അടുത്തടുത്ത് ഏകദേശം ഇനി അമ്മ മകൾ എന്നുള്ളൊരു ബന്ധത്തിലേക്ക് അങ്ങ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതെന്തായാലും ഉടനെ തന്നെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ സ്റ്റോറി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ബൈ ഓൾ.